Hello everyone, welcome to G4 Class 8. It's me and Nafi. എല്ലാവർക്കും മക്കളെ G4ന്റെ 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. മക്കളെ 8ാം ക്ലാസ്സിന് ഓണം എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓണം എക്സാമിന്റെ പോർഷൻസിന്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓണം എക്സാമിന് സോഷ്യൽ സയൻസിൽ എത്ര ചാപ്റ്റേഴ്സ് ആണ്, എങ്ങനെയാണ് ആ ചാപ്റ്റേഴ്സ് പഠിക്കുന്നത് ഞാൻ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു G4 Class 8. It's me and Nafi. എല്ലാവർക്കും മക്കളെ G4ന്റെ 8ാം ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ ഈ വീഡിയോയിലെ കാര്യങ്ങൾ പറഞ്ഞതിന് മുന്നേ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഒന്ന്, നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ സ്കൂളിൽ ഇപ്പോൾ ഏത് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ട്, ഈ എടുത്ത ചാപ്റ്റേഴ്സിൽ എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. മൂന്ന്, നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഈസി ആണോ ടഫ് ആണോ. ഈ മൂന്ന് കാര്യങ്ങൾ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. മാക്സിമം 8ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മക്കളെ നമ്മുടെ സോഷ്യൽ സയൻസിൽ മൊത്തം 1 2 3 4 5ന്റെ പകുതി ഇത്രയുമാണ് എന്തിന് ചോദിക്കുക, ഓണം എക്സാമിന് ചോദിക്കുക. അതായത് ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, അധിനിവേശവും ചെറുത്തുനിൽപ്പും പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്റർ. അടുത്തെന്താ, ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ. മൂവ്മെന്റ് ഓഫ് ദി എർത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണം എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ. ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് എക്കോണമി, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന നാലാമത്തെ ചാപ്റ്റർ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന അഞ്ചാമത്തെ ചാപ്റ്റർ. ഇങ്ങനെ 5 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എന്തിനുള്ളത്, 8ാം ക്ലാസ്സിന്റെ ഓണം എക്സാമിനുള്ളത്. ഈ 5 ചാപ്റ്റേഴ്സിൽ നിന്നാണ് 40 മാർക്കിന് അല്ലേ നിങ്ങൾ ഗ്രേഡിൽ നിന്ന് മാറി മാർക്കിലേക്ക് എത്തുന്ന ഒരു കൊല്ലം കൂടിയാണ് 8ാം ക്ലാസ് അല്ലേ. അപ്പോൾ ഈ 5 ചാപ്റ്റേഴ്സിൽ നിന്ന് 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചോദിക്കും ശ്രദ്ധിക്കണം. എന്താടാ, പിന്നെ 5, അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താടാ, അതായത് ഈ 5 ചാപ്റ്റേഴ്സിൽ നിന്ന് 40 മാർക്ക്, നിങ്ങൾ ശ്രദ്ധിക്കണേ, 5 ചാപ്റ്റേഴ്സിൽ നിന്ന് 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നു. 5 ചാപ്റ്ററിൽ നിന്ന് 40 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഒരു ചാപ്റ്ററിൽ നിന്ന് മിനിമം 8 മാർക്ക് ചോദിക്കും. അതായത് ഒരു ചാപ്റ്ററിൽ നിന്ന് മിനിമം ഒരു 3 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓരോ ചാപ്റ്ററിൽ നിന്നും 3 ക്വസ്റ്റ്യൻസ് 8ാം ക്ലാസ്സിലെ ഓണം എക്സാമിന് ഒന്നാമത്തെ ചാപ്റ്ററിന് 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും, രണ്ടാമത്തെ ചാപ്റ്ററിന് 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും, മൂന്നാമത്തെ ചാപ്റ്ററിന് 3, 4, 3, 5 മിനിമം ആണ് 3, ചിലപ്പോൾ 4, 5 ഒക്കെ ആവാം. ഇത്രയും ചോദ്യങ്ങൾ ഈ ഓരോ ചാപ്റ്ററിനും ചോദിക്കും. ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾ 40 മാർക്കിന്റെ വിഷയത്തിൽ 12 മാർക്ക് എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാസ്സാൻ പറ്റുള്ളൂ. 40 മാർക്കിന്റെ വിഷയത്തിൽ 12 മാർക്ക് എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാസ്സാവാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണേ. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാസ്സാവണമെങ്കിൽ 30% മാർക്ക് റിട്ടൺ എക്സാമിൽ എഴുതിയെടുക്കണം. 40 മാർക്കിന് വിഷയമായ സോഷ്യൽ സയൻസിൽ 12 മാർക്ക് എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റൂ. അങ്ങനെ പാസ്സാവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. കാരണം 5 ചാപ്റ്റേഴ്സ് ഉണ്ട്, ഓരോ ചാപ്റ്ററിൽ നിന്നും മിനിമം 3 മാർക്കിന് ചോദിക്കും. ഈ ചാപ്റ്റേഴ്സും ഇതിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കണേ മക്കളെ. നിങ്ങൾ തുടക്കം മുതലേ പഠിച്ചേ പറ്റൂ, തുടക്കം മുതൽ എഫേർട്ട് ഇട്ടേ പറ്റൂ, തുടക്കം മുതൽ അടിപൊളിയായിട്ട് പഠിച്ചേ പറ്റൂ അല്ലേ. അങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ, അങ്ങനെ അടിപൊളിയായിട്ട് എഫേർട്ട് ഇടണമെങ്കിൽ, അങ്ങനെ അടിപൊളിയായിട്ട് ഉഷാറാക്കണമെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എജ്യൂപോർട്ട് റെഡിയാണ്. എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച്, നിങ്ങൾക്ക് എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്യാൻ പറ്റും. എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ട റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, കഴിഞ്ഞ വർഷത്തെ PYQ, അഡീഷണൽ ക്വസ്റ്റ്യൻസ്, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഓപ്ഷൻസ്, ഈ ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളം അറബിയോ എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിലൂടെ കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, കമൻറ്റ് ബോക്സിൽ ഫോം ഉണ്ട്, ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യണം മക്കളെ. കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യും, നമ്മുടെ ടീം നിങ്ങളെ വിളിച്ചിട്ട് സൂപ്പർ ബാച്ചിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. സോ കമന്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യടാ, നമ്മുടെ ടീം നിങ്ങളെ വിളിക്കട്ടോ. അപ്പോൾ മക്കളെ കമന്റ് ബോക്സിന്റെ ഫോം ഒന്ന് ഫില്ല് ചെയ്യും, നമ്മുടെ ടീം നിങ്ങളെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ മക്കളെ കമന്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ, നമ്മുടെ ടീം നിങ്ങളെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓണം എക്സാമിന് പഠിക്കാനുണ്ട്. ഈ പഠിക്കാനുള്ള ചാപ്റ്റർ സെറ്റ് ആക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചാണ്. നിങ്ങൾ പറയും യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടോളാം, യൂട്യൂബിലൊക്കെ വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ മെജോറിറ്റി ക്ലാസ്സുകളും എജ്യൂപോർട്ടിൻ്റെ ആപ്പിലാണ്. ഇപ്പോൾ തന്നെ ആപ്പിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് ഓണം എക്സാം സെറ്റ് ആക്കാൻ പറ്റും. കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഉഷാറായിട്ട് പഠിക്കുക, മടി കാണിക്കല്ലേ, ചടപ്പ് കാണിക്കല്ലേ. സോ കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, നമ്മുടെ ടീം വിളിക്കട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ മക്കളെ നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോ ചാപ്റ്ററിൽ 8 മാർക്ക് മിനിമം ചോദിക്കും. സോ ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.